എല്ലാ സ്മാർട്ട് ഫോൺസും സ്പെക്സ് വൈസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നും ആദ്യം കാണുമ്പോഴത്തേക്കും. പക്ഷേ സ്ട്രോങ് ആണോ ഇല്ലെന്ന് മനസ്സിലാവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് എല്ലാ സിറ്റുവേഷനിലും പെർഫോമൻസ് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. മോട്ടോറോള എഡ്ജ് 70 പ്രോയും ഇത് തന്നെയാണ് എക്സാക്ട്ലി ഡെലിവർ ചെയ്യുന്നത്. ഇത് ഒരേ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല. ഇത് ഓവറോൾ എക്സ്പീരിയൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സെഗ്മെന്റിൽ ആദ്യത്തെ 15 MB അഡ്വാൻസ്ഡ് സോണിയുടെ LYT 710 സെൻസറുമായിട്ടാണ് ഇത് വരുന്നത്. ഇത് ക്ലിയറും അതുപോലെ തന്നെ നാച്ചുറലും ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോ ലൈറ്റിൽ നോയ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽസ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ്സ് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സിനിമാറ്റിക് 4K 60 FPS ഓൾ ക്യാമറയിൽ അവൈലബിൾ ആണ്. വീഡിയോ HDR നൈറ്റിൽ സ്റ്റേബിളും അൺസ്റ്റേബിളും ചെയ്യുന്നുണ്ട്. മൂവ്മെന്റിലും ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ സെൻസറിന്റെ മാത്രം പണിയല്ല, MediaTek Dimensity 8500 എക്സ്ട്രീം പ്രോസസറും റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കാരണം സീറോ ഷട്ടർ ലാഗ് ആണ് ഫീൽ ചെയ്യുന്നത്. ടർബോ ഫ്യൂഷൻ നൈറ്റ് വിഷൻ വിത്ത് ഡൈനാമിക് നോയ്സ് റിഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ക്ലിയർ ആക്കി വെക്കുന്നുണ്ട് എപ്പോഴും, അതും വിത്തൗട്ട് ഓവർ പ്രോസസിങ്. AI സീൻ ഡിറ്റക്ഷൻസ് കളേഴ്സ് നാച്ചുറലി ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. 6.8 ഇഞ്ചസിന്റെ 1 എക്സ്ട്രീം AMOLED ഡിസ്പ്ലേ, HDR 10+ന്റെ സപ്പോർട്ട്, അതുകൂടെ അല്ലാണ്ട് തന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. അതുകൂടെ അല്ലാണ്ട് തന്നെ ഡോൾബി അറ്റ്മോസ് ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. അതും സെഗ്മെന്റ്സ് ബ്രൈറ്റസ്റ്റ് 5200 നിറ്റ്സിന്റെ പാന്റോൺ വാലിഡേറ്റഡ് ഡിസ്പ്ലേയോടൊപ്പം. സെയിം റിഫൈൻഡ് ആണ്. സ്റ്റെയിൻലെസ് ടൈലേർഡ് ഫാബ്രിക്കും അതുപോലെ തന്നെ മാർബിൾ ഫിനിഷും പ്രീമിയം ഫീൽ ആണ് നൽകുന്നത് വിത്തൗട്ട് ബീങ് ഫ്ലാഷി. ഇതെല്ലാം കാരണം കളക്ഷൻസ് ബൈ മോട്ടോറോളയാണ്. എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ യുണീക്കും ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിന് വേണ്ടിയാണ്. 6500 mAh ബാറ്ററി ലോങ് യൂസേജ് ഹാൻഡിൽ ചെയ്തോളും. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, ക്വിക്ക് റിക്കവറി നിങ്ങൾക്ക് തരുന്നതാണ്. ഹെവി യൂസേജിനും പെർഫോമൻസ് സ്റ്റേബിൾ ആയിരിക്കും. ഗെയിമിംഗിനാണെങ്കിൽ BGMI 120 FPS മൾട്ടി ടാസ്കിംഗിലായാലും എക്സ്പീരിയൻസ് കൺസിസ്റ്റന്റ് ആയിരിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടി ഡയമെൻഷണൽ ഹൈറസ് ഓഡിയോ. ഈ ഫോൺ ഇപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എല്ലാം ബാലൻസ്ഡ് ആണ്. പെർഫോമൻസ്, ക്യാമറ, ഡെയിലി എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ട് ബാലൻസ്ഡ് ഫോൺ വേണം എങ്കിൽ നിങ്ങൾക്ക് മോട്ടോറോള എഡ്ജ് 70 Pro നല്ലൊരു ചോയ്സ് ആയിരിക്കും. ബെസ്റ്റ് നൈറ്റ് ഫോട്ടോഗ്രാഫി ഫോണും അതുപോലെ തന്നെ ഓൾറൗണ്ടഡ് പെർഫോമൻസ് ഇൻക്ലൂഡഡ് ആണ് അണ്ടർ 40K.